ഹായ് ഫ്രണ്ട്സ്, നമ്മൾ കണ്ടിട്ട് ഒത്തിരി നാളായില്ലേ. അപ്പോൾ ഇന്ന് വീണ്ടും ഞാനൊരു കുക്കിംഗ് വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത്. ഇന്ന് നമുക്ക് നമ്മുടെ ആസിഫ് അലി പറഞ്ഞ ഒരു തീയലില്ലേ, നമ്മളൊക്കെ സ്ഥിരം ഉണ്ടാക്കുന്ന ചക്കക്കുരുവും മുരിങ്ങയ്ക്കയും ചെമ്മീനൊക്കെ ഇട്ടിട്ട് നല്ല ഒന്നാം തരം ഒരു തീയലാണ് ഞാൻ ഇന്ന് ചെയ്യാൻ പോകുന്നത്. സ്കിപ്പ് ചെയ്യാതെ മുഴുവൻ കാണണേ. ആദ്യം തന്നെ നമ്മളൊരു ചട്ടി എടുത്തിട്ടുണ്ട്. ഈ ചട്ടിയിലാണ് നമ്മളിന്ന് കറി തയ്യാറാക്കാൻ പോകുന്നത്. അതിലേക്ക് നമുക്ക് ചക്കക്കുരു ചേർത്ത് കൊടുക്കാം. തൊലിയൊക്കെ കളഞ്ഞ് വൃത്തിയാക്കി വെച്ചിട്ടുള്ള ചക്കക്കുരുവാണ്. നമ്മൾ എടുത്തിട്ടുള്ള ചെമ്മീൻ അനുസരിച്ചിട്ട് വേണം ചക്കക്കുരു എടുക്കാൻ. ഞാനൊരു 10 ചക്കക്കുരുവാണ് ഇത് എടുത്തിട്ടുള്ളത്. അത് നമുക്ക് ഈ ചട്ടിയിലേക്കൊന്ന് ഇട്ട് കൊടുക്കാം. ഇനി ആ ചക്കക്കുരു വേവാൻ ആവശ്യത്തിനുള്ള വെള്ളം ചേർത്ത് കൊടുക്കാം. അത് കുറച്ച് വേവുള്ളൊരു സാധനമാണ് ചക്കക്കുരു. അപ്പോൾ അതൊന്ന് വെന്ത് കിട്ടാൻ ആവശ്യത്തിനുള്ള നമുക്ക് വെള്ളം ചേർത്ത് കൊടുക്കാം. ചക്കക്കുരു തിളച്ച് വരുമ്പോഴേക്കും നമുക്കതിലേക്ക് ഒരു അല്പം ഉപ്പ് ചേർത്ത് കൊടുക്കാം. അതൊന്ന് ഹാഫ് കുക്കായിട്ട് വരട്ടെ. മൊത്തത്തിൽ നമ്മൾ വേവിക്കുന്നില്ല, ഒരു പകുതി വേവാകും. ഒരു 5 മിനിറ്റ് മതിയാവും. തിളയ്ക്കുമ്പോഴത്തേക്കും അതൊരു പകുതി വേവായി കിട്ടും. പിന്നെ നമുക്ക് ഇതിലേക്ക് വേണ്ടത് ഒരു മുരിങ്ങയ്ക്ക, പിന്നെ തക്കാളി. നമ്മൾ മാങ്ങ ചേർക്കുന്നുണ്ട്. ഒരു മാങ്ങ ഞാൻ എടുത്തിട്ടുണ്ട്. അപ്പം മാങ്ങയ്ക്ക് ഒരുപാട് പുളി ഉണ്ടെങ്കിൽ നമ്മൾ തക്കാളി ചേർക്കേണ്ട ആവശ്യമില്ല, അല്ലെങ്കിൽ ഒരു തക്കാളി ചേർത്ത് കൊടുക്കാം. പിന്നെ ഞാൻ എടുത്തിട്ടുള്ളത് ഒരു 7 കഷ്ണം ചെറിയ ഉള്ളിയാണ്, ഒരു 4 പച്ചമുളക്, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, ഒരു 3 അല്ലി വെളുത്തുള്ളി. ഇത്രയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. പിന്നെ അതെ നമ്മുടെ ചെമ്മീൻ വൃത്തിയാക്കിയത്. ഇന്ന് 1/2 കിലോ ചെമ്മീനാണ് നമ്മൾ കറി വെക്കാൻ വേണ്ടി എടുത്തിട്ടുള്ളത്. അപ്പോൾ ആ ഒരു 1/2 കിലോ ചെമ്മീൻ്റെ അളവിനുള്ള ഇൻഗ്രീഡിയൻസ് ആണ് കാണിച്ചത്. അപ്പോൾ നമ്മളിത് അടപ്പ് തുറക്കാൻ പോവുകയാണ്. ചെമ്മീൻ ഒഴികെയുള്ള ബാക്കി സാധനങ്ങളെല്ലാം നമ്മളിതിലേക്ക് ചേർക്കാൻ പോവുകയാണ്. ഇത് നമുക്ക് മുരിങ്ങയ്ക്ക ചേർത്ത് കൊടുക്കാം. പിന്നെ നമ്മൾ എടുത്ത് വെച്ചിട്ടുള്ളത് ചെറുതായിട്ട് അരിഞ്ഞ ഇഞ്ചി, ഒരു 3 അല്ലി വെളുത്തുള്ളി, ഒരു 4 പച്ചമുളക്, ഒരു 7-8 ചെറിയ ഉള്ളി, പിന്നെ ഒരു തക്കാളി. അത് ഞാൻ പറഞ്ഞു, നമ്മുടെ മാങ്ങ നല്ല പുളിയുള്ളതാണെങ്കിൽ തക്കാളി ചേർക്കണ്ട, അല്ലെങ്കിൽ നമുക്ക് ഒരെണ്ണം ചേർത്ത് കൊടുക്കാം. അതിൻ്റെ കൂടെ തന്നെ നമ്മൾ എടുത്ത് വെച്ചിട്ടുള്ള മാങ്ങയും കൂടി നമുക്ക് ചേർത്ത് കൊടുക്കാം. എല്ലാം നല്ല കളർഫുള്ളായില്ലേ. മാങ്ങയും മുരിങ്ങക്കായും ചക്കക്കുരുവും എല്ലാം ഉണ്ട്. ഇനി ഇതൊന്ന് ജസ്റ്റ് ഒന്ന് വെന്ത് വരണം. ഇനി നമ്മൾ വെള്ളമൊന്നും ഒഴിക്കണം. നമ്മളിതിലേക്ക് അരപ്പ് ചേർക്കും. ജസ്റ്റ് ഒരു മീഡിയം ഫ്ലെയിമിൽ ഒന്ന് മൂടി വെക്കാം. നമ്മൾ ഇട്ട് കൊടുത്തിട്ടുള്ള സാധനങ്ങളൊക്കെ ഒരു പകുതി വേവായി കഴിയുമ്പം നമുക്കൊന്ന് തുറന്ന് കൊടുക്കാം. കണ്ടോ, നമ്മളിനി വെള്ളമൊന്നും ഒഴിച്ചു കൊടുക്കണ്ട. ഇനി നമ്മൾ അരച്ച് വെച്ചിട്ടുള്ളൊരു അരപ്പ് നമുക്കതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് ഞാൻ എടുത്തിട്ടുള്ളത് ഒരു മുറി തേങ്ങ, പിന്നെ 1.5 ടീസ്പൂൺ മുളക് പൊടി, 1 ടീസ്പൂൺ മല്ലിപ്പൊടി, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി. ഇത്രയും സാധനങ്ങൾ ചേർത്ത് കുറച്ച് വെള്ളം കൂടി ചേർത്ത് ഞാൻ അരച്ചെടുത്ത അരപ്പാണ്. അത് നമുക്കത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി നമ്മുടെ ഗ്രേവിക്ക് അനുസരിച്ചിട്ടുള്ള വെള്ളം ചേർത്ത് കൊടുക്കാം. നമുക്ക് എത്രയാണോ വേണ്ടത് അതിനനുസരിച്ചിട്ട് വെള്ളം ചേർക്കാം. ഇത്രയും മതിയാവും. ഇനി നന്നായിട്ടൊന്ന് തിളക്കട്ടെ. നമ്മുടെ ഗ്രേവി നന്നായിട്ടൊന്ന് തിളയ്ക്കാൻ തുടങ്ങുമ്പോഴേക്കും നമ്മൾ എടുത്ത് വെച്ചിട്ടുള്ള ചെമ്മീൻ നമുക്കതിലേക്ക് ചേർത്ത് കൊടുക്കാം. നമ്മുടെ കറി ഇതേ തിളയ്ക്കാനായിട്ട് തുടങ്ങുന്നുണ്ട്. നമുക്ക് ആ സമയത്ത് നമ്മൾ എടുത്ത് വെച്ചിട്ടുള്ള ചെമ്മീൻ അതിലേക്കൊന്ന് ചേർത്ത് കൊടുക്കാം. ഇതൊന്ന് ഇളക്കുക, ഒന്ന് ഇളക്കി കൊടുക്കാം നമുക്ക്. ഇതിൻ്റെ മുകളിലേക്ക് നമുക്ക് കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കാം. ഇനി ഇത് അടച്ചു വെച്ച് നന്നായിട്ട് നമുക്കൊന്ന് തിളപ്പിച്ചെടുക്കാം. നമ്മുടെ കറിയൊക്കെ നന്നായിട്ട് തിളച്ച് വരുന്നുണ്ട്. എല്ലാം കൂടി ജസ്റ്റ് ഒന്ന് വെന്ത് കിട്ടിയാൽ മതി. നമ്മൾ ഓൾറെഡി ചക്കക്കുരുവൊക്കെ പകുതി കുക്ക് ചെയ്തതാണ്, അപ്പോൾ ഒരുപാട് സമയമൊന്നും എടുക്കത്തില്ല. പിന്നെ ഉപ്പ് ചേർക്കുമ്പോൾ നമ്മൾ ആദ്യമേ ഒറ്റയടിക്ക് 1-2 ടീസ്പൂൺ അല്ലെങ്കിൽ 2-3 ടീസ്പൂൺ ഒരുമിച്ച് ചേർക്കരുത്. ആദ്യം കുറച്ച് ചേർത്ത് കൊടുക്കുക, പിന്നെ നോക്കിയിട്ട് വീണ്ടും ചേർത്ത് കൊടുത്താൽ മതി. നമ്മുടെ കറിയൊക്കെ ഇതേ തയ്യാറായിട്ടുണ്ട്. നമുക്ക് ലാസ്റ്റ് അതിലേക്കൊന്ന് താളിപ്പ് ചേർക്കണം. അതിലേക്ക് ഇതേ 1 ടീസ്പൂൺ കടുക്, 1/2 ടീസ്പൂൺ ഉലുവ, ഒരു 2 വറ്റൽ മുളക്, ഇത്രയും ഞാൻ എടുത്തിട്ടുണ്ട്. കുറച്ച് കറിവേപ്പില കൂടി നമുക്ക് ചേർക്കാം. ഇതൊന്ന് താളിച്ച് നമ്മുടെ കറിയിലേക്ക് ചേർക്കാം. നമ്മുടെ താളിപ്പ് നമുക്കിതേ കറിയിലേക്ക് ചേർത്ത് കൊടുക്കാം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. അപ്പോൾ നമ്മുടെ കറിയൊക്കെ തയ്യാറായിട്ടുണ്ട്. നമുക്ക് ഒട്ടും അധികം ഗ്രേവി വേണ്ടാന്നുണ്ടെങ്കിൽ നമുക്ക് കുറച്ചുകൂടി ഒന്ന് വറ്റിച്ചെടുക്കാം. അപ്പോൾ അല്ലെങ്കിൽ നല്ല ഗ്രേവിയോട് കൂടി വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ പരുവത്തിൽ തന്നെ നമുക്ക് ഓഫ് ചെയ്തെടുക്കാം. നമ്മുടെ കറിയുടെ മണമൊക്കെ അടിച്ചിട്ട് 2 പേര് ഇവിടെ വന്ന് കാവൽ നിൽക്കുന്നുണ്ട്. നമുക്ക് അവർക്ക് ചോറുമായിട്ട് കുറച്ചൊന്ന് കൊടുത്തു നോക്കാം.
തുറക്കുമ്പോൾ തന്നെ നല്ലൊരു മണമുണ്ട് കേട്ടോ. നമുക്ക് കുറച്ച് ചോറിലേക്ക് ഇതൊന്നും ഒഴിക്കാം. ഉണ്ടോ? എങ്ങനെയുണ്ട് അപ്പു? നല്ല ചൂടുണ്ട് കേട്ടോ. ചൂട് ചോറും ചൂട് കൊഞ്ചും. ചൂടാവേ. അവൻ കൊഞ്ചിൻ്റെ ആളാ കേട്ടോ. അവൻ പച്ചയ്ക്ക് കൊടുത്താലും തിന്നും. കഴിച്ചു നോക്കിയിട്ട് പറ. എങ്ങനെയുണ്ട്? സൂപ്പർ. നല്ല മഴയുണ്ട് കേട്ടോ. നമുക്കിനി അടുത്ത ആക്കൊന്ന് കൊടുത്തു നോക്കാം. എങ്ങനെയുണ്ട്? സൂപ്പർ. ഇഷ്ടപ്പെട്ടോ? അപ്പോൾ എല്ലാവരും ഇതുപോലെ ഒന്ന് ചെയ്ത് നോക്കാം. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടും. പുതിയൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. അതുവരെ ബൈ ബൈ. ഇനിയും വേണോ? ഇഷ്ടപ്പെട്ടോ? അപ്പൂന് സ്കൂളിൽ കൊണ്ടുപോകാൻ വേണമെന്ന് പ്രത്യേകം പറഞ്ഞേക്കണം. എല്ലാ ദിവസവും ഇതുണ്ടാക്കി ചോറിൻ്റെ കൂടെ കൊടുത്ത് വിടണമെന്നാണ് അപ്പൂൻ്റെ ഓർഡർ. പക്ഷെ അവൻ്റെ സ്കൂളിൽ നോൺ വെജ് ഒന്നും പറ്റത്തില്ല കേട്ടോ, ഓൺലി വെജ്. അതുകൊണ്ട് അപ്പോൾ അതൊക്കെ പറയും, നമ്മളൊന്നും മൈൻഡ് ചെയ്യരുത്. വീട്ടിൽ വന്നിട്ട് കഴിച്ചാൽ മതി കേട്ടോ.